കുടുംബ മുബീൻ കൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ ആ ട്രക്ക് പുറത്തേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇന്നിപ്പോൾ ഇവർ പറഞ്ഞ് നിർത്തുന്നുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നിർത്തും, രാവിലെ 8 മണിക്ക് തുടങ്ങുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രെയിനും പാടിയും വ്യവസ്ഥ ആക്കിയതിന് ചിലപ്പോൾ ഇപ്പോൾ എടുക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സംസാരങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണെന്നൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് വിവരം കിട്ടും എന്ന് പറഞ്ഞു. മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ജിതിൻ ഇപ്പോൾ ഇവിടുന്ന് ഒരു 10-50 കിലോമീറ്റർ ഉണ്ട് ഈ ശിരൂരിൽ നിന്ന് കാർവാറിലേക്ക്. ഇപ്പോൾ കാർവാർക്ക് പോയിട്ടുണ്ട്, SP വിളിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചില്ല. വർഷ, ഇതാണ് ഈ ട്രക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഇപ്പോൾ ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചത് ഇപ്പോൾ രാത്രി സമയമായതുകൊണ്ട് 2 തവണ ശ്രമം നടത്തി പരാജയപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ആ ട്രക്ക് ഉയർത്താൻ സാധ്യമല്ല, നാളെ രാവിലെ 8 മണി മുതൽ ഉയർത്തുമെന്നാണ്. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു ട്രക്ക് ക്രെയിൻ സംവിധാനം കൂടി കൊണ്ടുവന്ന് ഇപ്പോൾ രാത്രി തന്നെ അത് ഉയർത്താനുള്ള ഒരു ശ്രമം നടത്തുമെന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധനകളും തുടർ നടപടികളും നടക്കുന്നത് കാർവാറിലാണ്. വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ DNA പരിശോധനയ്ക്കായി കാത്തു നിൽക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ 2 ദിവസത്തിനകം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ളൊരു തീരുമാനമുണ്ടാകും. വർഷ.